നിയമത്തിൻ്റെ പുരാതന ഇസ്രായേലിൻ്റെ ആരാധനയിൽ സംഗീതത്തിന് സുപ്രധാനമായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. ബ്രാക്കറ്റിൽ സങ്കീർത്തനം 149:5. ഒന്ന് ദിനവൃത്താന്തം 15:16, 22 വരെ. എന്ന് പറഞ്ഞാൽ പുരാതന കാലത്തെന്ന് പറയുമ്പോൾ ആദ്യകാലങ്ങളിൽ, അതായത് ആദമും ഹവ്വയും ജനിക്കും മുൻപ് ആരാധനകൾക്ക് സ്ഥാനമുണ്ടായിരുന്നു ഈ ഭൂമിയിൽ. എന്ന് പറഞ്ഞാൽ ദൂതന്മാർ വാഴുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ആരാധനകൾക്ക് ഒത്തിരി പ്രാധാന്യമുണ്ടായിരുന്നു. സ്തോത്രം. ആ പ്രാധാന്യതയെക്കുറിച്ചാണ് നമ്മളിവിടെ 1-ാമത്തെ സങ്കീർത്തനം മുതൽ 41-ാമത്തെ സങ്കീർത്തനം വരെ നമ്മൾ വായിക്കപ്പെടുമ്പോൾ അതിനകത്ത് ആരാധനകളെക്കുറിച്ച് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ആരാധനകളെക്കുറിച്ചും ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം എന്താണെന്നും വളരെ വ്യക്തമായി സങ്കീർത്തനങ്ങളിൽ, ഇപ്പോൾ ദാവീദ് മാത്രം 73 സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. ദാവീദ് മാത്രം. അപ്പോൾ നോക്കൂ, വേറെ ഒരു പുസ്തകത്തിൽ ഉള്ളതുപോലെ അല്ല ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് പാപം എത്ര ഉണ്ടെന്ന് കൃത്യമായും ഈ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. എത്ര പാപം ഉണ്ടെന്ന് അറിയാമോ? 233 പാപങ്ങളുണ്ടായിരുന്നു. 233 പാപങ്ങൾ ഈ പുസ്തകത്തിനകത്ത്, അതായത് 1-ാമത്തെ സങ്കീർത്തനം മുതൽ 150-ാമത്തെ സങ്കീർത്തനം വരെ നമ്മൾ പഠിക്കുമ്പോൾ ഇതര പുസ്തകങ്ങളിലൊന്നും പാപത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഈ പുസ്തകങ്ങളിൽ പാപത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നു. ഇവിടെ നേരത്തെ കേട്ടതുപോലെ ആദ്യത്തേതാണ് ദുഷ്ടന്മാരുടെ ആലോചന. ഈ ആലോചന എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അല്ല അവിടെ കാണിക്കുന്നത്. അവിടെ മനുഷ്യൻ്റെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയാണ് കാണിക്കുന്നത്. ശ്രദ്ധിക്കണം. അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ സങ്കീർത്തനങ്ങൾ 3-ൽ പറയുന്നത് അബ്ശലോമിൻ്റെ മേൽ ഒരു ദുരാത്മാവ് കയറി വന്നു. അബ്ശലോം അഭിഷക്തനായിരിക്കുന്ന സ്വന്തം പിതാവായ രാജാവായ ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന്. അതാണ് ദുഷ്ടൻ. ഇന്ന് സഭയ്ക്കകത്താണോ മാനസാന്തരം പ്രസംഗിക്കേണ്ടത്, സഭയ്ക്ക് പുറത്താണോ? ഒരാൾ പറയാമോ? സഭയ്ക്കകത്താണോ മാനസാന്തര പ്രസംഗം വേണ്ടത്, സഭയ്ക്ക് പുറത്താണോ? എവിടെ വേണ്ടത് മാനസാന്തര പ്രസംഗം? സഭയ്ക്കകത്താണോ പുറത്താണോ? ഉറപ്പായിട്ടും പറഞ്ഞേ കമല. അത് കറക്റ്റ്. 100-ൽ 101 മാർക്ക്. സഭയ്ക്കകത്താണ് മാനസാന്തരം വേണ്ടത്, സഭയ്ക്ക് പുറത്തല്ല. അപ്പൊ രക്ഷ വേണ്ടത് എവിടെയാണോ? അല്ല, അകത്ത്. കാരണം ഈ കാലഘട്ടങ്ങളിൽ സഭയ്ക്കകത്ത് മാനസാന്തരമില്ല. ഞാൻ ചോദിക്കട്ടെ, കത്രുമേശയിൽ എത്ര പേരാണ് കൈകൊടുത്ത് ഹൃദയംഗമായി ഒരു സ്തോത്രം പറയുന്നത്? ആത്മാർത്ഥതയോടെ എത്ര പേരാണ് സഭയിൽ ആരാധിക്കുന്നത്? ആത്മാർത്ഥതയോടെ സഭാ ശുശ്രൂഷകനോട് എത്ര പേരാ പുഞ്ചിരിയോടെ കൈകൊടുത്ത് ഒന്ന് ആലിംഗനം ചെയ്യുന്നേ? അപ്പൊ മാനസാന്തരം വരേണ്ടത് ആലയത്തിനകത്താണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ യേശു ആലയത്തിനകത്ത് ചെന്നു.
വരണ്ട കൈയുള്ള സ്ത്രീയെ സൗഖ്യമാക്കി. സ്തോത്രം. അപ്പോൾ ആലയത്തിനകത്ത് എന്തുണ്ട്? ഇന്നും ബാധ ബാധിച്ച് ചിന്തകളുടെ അകത്തളങ്ങളിലായിരിക്കുന്ന ജനം എവിടെയായിരിക്കുന്നത്? ആലയത്തിനകത്താ. ഈ ദുഷ്ടനിരിക്കുന്ന എവിടെയെന്നറിയാമോ? പറഞ്ഞേ. ഇപ്പോൾ നമ്മുടെ കമല എന്ന് പറയുന്ന കർത്താവിന് ദാസി നമ്മുടെ ഇന്ത്യയിൽക്കകത്ത്, ആമേൻ, നമ്മുടെ മലയാള ഭാഷ വളരെ ചുരുക്കമായിട്ടാണ് താൻ പറയുന്നത്. അപ്പോൾ തന്നെ സ്തോത്രം, വേറെ ഭാഷയിൽ നിന്ന് താൻ ഈ മലയാള ഭാഷയിൽ നിന്ന് ഇത്രയും ബൈബിളിനെ പറ്റി പഠിച്ചെങ്കിൽ, ആമേൻ, ഞാൻ ഇന്നലെ ചോദിച്ച ഒരാളിനോട് മാനസാന്തര പ്രസംഗം അകത്താണോ വേണ്ട പുറത്താണോ? പാസ് സംശയം എന്താ? അത് കവലയിലേ വേണ്ടത്, കവലയിലല്ല വേണ്ടത്. ആരാധനാലയത്തിനകത്താണ് മാനസാന്തരം നടക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 1-ാമത്തെ സങ്കീർത്തനം മുതൽ 41-ാമത്തെ സങ്കീർത്തനം വരെ നമ്മൾ പഠിക്കുമ്പോൾ ആലയത്തിനകത്ത് മാനസാന്തര പ്രസംഗം വരണം. മുൻകാലങ്ങളിൽ ഇന്നേക്കൊരു 15 വർഷം ബാക്കിലോട്ട് ചിന്തിച്ചാൽ, ഒരാഴ്ച, ആദ്യത്തെ ആഴ്ച മാനസാന്തര പ്രസംഗമായിരിക്കും, ശ്രദ്ധിക്കണം. 2-ാമത്തെ ആഴ്ച രക്ഷയെക്കുറിച്ചായിരിക്കും. 3-ാമത്തെ ആഴ്ച സ്നാനത്തെക്കുറിച്ചായിരിക്കും. 4-ാമത്തെ ആഴ്ച കർത്തൃമേശയെക്കുറിച്ചായിരിക്കും. ഇന്നോ നിങ്ങളുടെ സഭയിൽ ഈ അടുത്തിടയ്ക്ക് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മാനസാന്തരം? കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും മാനസാന്തര പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഇല്ല. സഭയ്ക്കകത്ത് വന്നാൽ തുടക്കം മുതൽ അവസാനം വരെ ദൂതല്ലേ? അല്ലേ? വേണ്ട എന്നല്ല, വേണം. പക്ഷേ മാനസാന്തരം സഭയ്ക്കകത്ത് വരണം. അതാണ് ഇവിടെ ദാവീദ് ഉദ്ദേശിക്കുന്നത്. പുരാതന കാലം മുതലേ സംഗീതത്തിന് പ്രധാന സ്ഥാനമുണ്ട്. അതാണ് ഈ പുസ്തകത്തിന് ഏത് സഭയിൽ രാവിലെ വായിച്ച് തുടങ്ങുന്നത് എന്താ? സങ്കീർത്തന ഭാഗമാണ്. അപ്പോൾ ആദ്യം വേണ്ടത്, ആലയത്തിനകത്ത് വിദ്യാർത്ഥികളായ നിങ്ങൾ, അഭിഷക്തന്മാരായ നിങ്ങൾക്ക് ആലയത്തിനകത്തൊരു സമയം കിട്ടുമ്പോൾ മാനസാന്തരം പ്രസംഗിക്കണം. കാരണം 100 കണക്കിന് ജനം ഇന്ന് ആലയത്തിനകത്തുണ്ട്. എന്നാൽ യേശു എന്താ പറഞ്ഞത്? യേശു എന്താ പറഞ്ഞേ? 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കടന്നു വരുമോ അവിടെ ഞാനുണ്ട്. വലിയ കൂട്ടത്തല്ലേ കർത്താവ് ആഗ്രഹിക്കുന്നത്? 2 3 പേർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും സംസാരിക്കാനുള്ള ഇടം അവിടെ ഉണ്ട്. ആമേൻ. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഒരു കത്രിമേശ കഴിയുമ്പോൾ, ആമേൻ, പലരും സ്നാനപ്പെട്ടവരാ. കത്രിമേശ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കത്രിമേശയുടെ സമയത്ത് എല്ലാവരും ഒരു സമർപ്പണ പ്രാർത്ഥനയുണ്ട്. ആ സമർപ്പണ പ്രാർത്ഥനയിൽ ബാക്കി ഇരിക്കുന്നവരെല്ലാം ഫ്രണ്ടിലോട്ട് വരണം എന്നൊരു ആഹ്വാനമുണ്ട്. ആ സമയത്ത് എണീറ്റ് നിൽക്കുമ്പോൾ തന്നെ പകുതി പേരും ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. ദുഃഖത്തോടെ. സ്നാനപ്പെട്ടവരാ, അഭിഷേകം പ്രാപിച്ചവരാ, ദുഃഖത്തോടെ, ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, ഇറങ്ങിപ്പോകുക. അവർക്കിതിന് കാര്യമില്ല. പിന്നെ പാദസൂക്ഷ, കാല് കഴുകൽ, അത് സഭയിലില്ലല്ലോ, നിർത്തലാക്കിയല്ലോ. അതെന്താ അങ്ങനെ നിർത്തലാക്കിയത്? ഇന്ന് ആർക്കും താഴ്മപ്പെടാൻ കഴിയുന്നില്ല. ഒരു കൈ പോലും കൊടുക്കുന്നത് അപൂർവമാണ്. അപ്പോൾ എവിടെയാ മാനസാന്തരം വരേണ്ടത്? ആലയത്തിനകത്താണ് മാനസാന്തരം വരേണ്ടത്. അവിടെ വന്നു കഴിയുമ്പോഴാണ് കാര്യങ്ങളെല്ലാം ലെവലായി പോകുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ചു, അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആരാഞ്ഞോ അറിഞ്ഞാൽ നിങ്ങളുടെ സഭയ്ക്കകത്ത് എത്ര പേര് മാനസാന്തരപ്പെട്ടവരുണ്ട്? ആ പാസ്റ്റർ എല്ലാവരും മാനസാന്തരപ്പെട്ടവരാ, എല്ലാവരും സ്നാനപ്പെട്ടവരാ. നിങ്ങളുമായി ഒന്ന് മിണ്ടിയിട്ട്, നിങ്ങളുടെ വീട്ടിലൊന്ന് വന്നിട്ട്, നിങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥനയ്ക്കൊന്ന് സഹകരിച്ചിട്ട്, കത്രിമേശ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തിട്ട്, എത്ര വർഷമായല്ലേ? ഹല്ലേലൂയ. അപ്പോൾ എവിടെയാണ് മാനസാന്തരം വേണ്ടത്? ആലയത്തിനകത്താണ് മാനസാന്തരം വേണ്ടത്. സ്തോത്രം. പുറത്തല്ല, അകത്ത്. ഒരു കാര്യം ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം എന്നോടൊരു ദൈവദാസ് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞിങ്ങനെയാ, പാസ്റ്റർ അഭിഷേകം പ്രാപിച്ചില്ല, എന്ത് ചെയ്യണം? അപ്പം ഞാൻ പറഞ്ഞു, അഭിഷേകം പ്രാപിക്കാൻ കടയിൽ പോയി വാങ്ങാൻ പറ്റില്ല. നിങ്ങളും ദൈവമായിട്ടങ്ങ് ഒരു അകമൊഴിഞ്ഞൊരു ബന്ധം. പിന്നെ അഭിഷേകം പ്രാപിക്കുന്നത് നല്ലതാ, പക്ഷേ പ്രാപിക്കാതിരുന്നാൽ കുറച്ചുകൂടെ നല്ലതാ. കാരണം അഭിഷേകം പ്രാപിച്ച് അതുപോലെ ജീവിക്കണം.
ഹല്ലേലൂയ. അതുപോലെ ജീവിക്കണം. അതെന്താ ദിവസം അങ്ങനെ? അഭിഷേകം പ്രാപിച്ചാൽ നിങ്ങൾക്ക് ഒരു ദൈവപ്രവൃത്തി, ദൈവ സാന്നിധ്യം, ദൈവപ്രവൃത്തി, ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ ദൂത് അറിയിച്ചേ പറ്റൂ. അപ്പം ഇതിനെ കൊണ്ടു നടക്കാനാ പാടി, അഭിഷേകത്തെ കൊണ്ട് നടക്കാനാ അപ്പം ബുദ്ധിമുട്ട്. നോക്കിയേ, അഭിഷേകം ഇല്ലാതിരുന്ന ദാവീദിന് ഒരു പ്രശ്നമില്ലായിരുന്നു. അഭിഷേകം അവൻ്റെ തലയിൽ എപ്പോൾ വീണോ അപ്പോഴും പ്രശ്നമുണ്ടായി. സ്തോത്രം. എന്ന് വെച്ചാൽ ആരും അഭിഷേകം പ്രാപിക്കാതിരിക്കേണ്ട, അഭിഷേകം പ്രാപിക്കണം. അപ്പോഴാണ് കാര്യങ്ങളിലൊരു തീരുമാനം വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി 1-ാമത്തെ അധ്യായം മുതൽ 41-ാമത്തെ അധ്യായം വരെ നമ്മൾ ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഓരോ അധ്യായം നിങ്ങൾ കവർ ചെയ്തു. ഈ 1-ാമത്തെ അധ്യായം നിങ്ങൾ നോക്കിക്കേ. 1-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് പ്രൈസ് ദി ലോർഡ് 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. കണ്ടോ? യഹോവ നീതിമാന്മാരുടെ വഴി എന്ത് ചെയ്യുന്നു? അറിയുന്നു, അറിയുന്നു, അറിയുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊരു ദൈവ പൈതൽ പുറത്തിറങ്ങി വീട്ടിനകത്ത് വരുന്നത് വരെ അറിയുന്നൊരു ദൈവം, സകല ഇടപാടുകളും അറിയുന്നൊരു ദൈവം, സകലത്തെയും. ഞാൻ ഒരു കാര്യം പറയട്ടെ, വചനത്തിൽ നിന്ന് പറയുക, രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിന് പഴയതുപോലെ നടക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പഴയതുപോലെ എല്ലാവരുടെയും മുമ്പിൽ തോളിക്കേറ്റ് നടക്കാൻ പറ്റില്ല. വിടേണ്ടത് വിട്ടേ പറ്റൂ. സ്തോത്രം. എങ്കിൽ മാത്രമേ ചില ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവേ, നാളുകളായി. കണ്ടോ, ഈ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആമേൻ, നോക്കിക്കേ, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, 37-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വാക്യവും 31-ാമത്തെ സങ്കീർത്തനം 7-ാമത്തെ വാക്യവും 37-ാമത്തെ സങ്കീർത്തനം 18-ാമത്തെ വാക്യവും 144-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ വാക്യവും നഹൂമിൻ്റെ പുസ്തകം 1-7, യോഹന്നാൻ 10-14, 2 തീമോഥെയോസ് 2-19, ഇത്രയും കൂടെ ചേർത്ത് നിങ്ങൾ ഈ 6-ാമത്തെ വാക്യം ഒന്ന് പഠിക്കണം. ഈ 6-ാമത്തെ വാക്യം ഇതുകൂടെ ചേർത്തൊന്ന് പഠിച്ചാൽ, സ്തോത്രം, ആമേൻ, ദൈവപ്രവൃത്തി നമ്മളുടെ മേൽ വെളിപ്പെടും. സ്തോത്രം. ഒന്ന് നിങ്ങൾ എഴുതിക്കോളൂ. 37-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം എഴുതിക്കോളൂ. 37-5. അടുത്ത് 31-7. 31-7. 37-18 എഴുതിക്കോളൂ. 37-18. അടുത്ത് നോക്കിക്കോളൂ. 144-3. അടുത്ത് നോക്കൂ. നഹൂമിൻ്റെ പുസ്തകം 1-7, യോഹന്നാൻ 10-14, 2 തീമോത്തി 2-19. ഇത്രയും ഭാഗം നിങ്ങൾ, ആമേൻ, ഒന്ന് കവർ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും തമ്മിലുള്ള, മാനസാന്തരപ്പെട്ടവനും മാനസാന്തരപ്പെടാത്തവനുമായിട്ടുള്ള ബന്ധം, അഭിഷേകം പ്രാപിച്ചവരും അഭിഷേകം പ്രാപിക്കാത്തവനും തമ്മിലുള്ള ബന്ധം, കൃപാവരം പ്രാപിച്ചവനും കൃപാവരം പ്രാപിക്കാത്തവനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു തീരുമാനം ഈ വാക്കുകളിലുണ്ട്. നിങ്ങളൊരു വാക്യം വായിച്ചേ, ഒരു അധ്യായം ഒന്ന് പ്ലീസ്. നഹൂമിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നഹൂമിൻ്റെ പുസ്തകം 1-7. അവിടെ വളരെ ശക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു കാര്യമുണ്ട്. 1-7 അവിടെ വായിക്കുന്നത്: യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ അവൻ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഹല്ലേലൂയ. ആ കര ഉയർത്തി സ്വോത്രം പറ. അവൻ ആരെന്നറിയാമോ? ഈ ലോകത്തിൽ എല്ലാവരും കഷ്ടത വന്നാൽ മാറിപ്പോവും. എല്ലാവരും മാറിപ്പോവും. ഒരാൾ പോലും കാണത്തില്ല. നിനക്കത് വേണം വേണം വേണം, നീ വെച്ച് അനുഭവിച്ചോ, വേണം വേണം വേണം, ഇതല്ലേ പറയൂ. എന്നാൽ ഈ അധ്യായം, ഈ വാക്യം നിങ്ങൾ നോക്കിക്കോ. യഹോവ പറഞ്ഞേ, നല്ലവനും. നല്ലവൻ. ചുമ്മയല്ല പാട്ടുകാരെ പാടിയത്. യഹോവ നല്ലവനാ. 2, കഷ്ടദിവസത്തിൽ ആരെല്ലാം തള്ളിപ്പോയാലും ചേർത്ത് പിടിക്കുന്നൊരു ദൈവം. ഞാനുണ്ട്. ആമേൻ. ആ സ്ത്രീയോട് പറഞ്ഞില്ലേ കരയണ്ടെന്ന്? ഉലകത്തിൽ അവളോട് ആരും പറഞ്ഞില്ല കരയണ്ടെന്ന്, അല്ലേ? യേശു പറഞ്ഞ് കരയണ്ട. ഇതുപോലെയാണ് നമ്മെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവം. ജീവിക്കാൻ പിന്നെയും 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 നമ്മുടെ മേൽ ശക്തി പകരുന്ന ഒരു ശബ്ദം. കരയണ്ട, കൂടെയുണ്ട്.
കണ്ണീര് തുടക്കുക. കഷ്ടദിവസമാണ്, ഞെരുക്കമാണ്. എല്ലാവരും പോകും. പക്ഷെ നിൽക്കുന്നത് ദൈവം മാത്രമാണ്. അടുത്തെന്താ വായിച്ചെന്നറിയാമോ? ആമേൻ. കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ആശ്രയിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യുന്നു? അറിയുന്നു. നമ്മൾ പറയുന്നു, അയ്യോ ദൈവം അറിയുന്നില്ല. ദൈവം അറിയുന്നു. നിങ്ങളുടെ കണ്ണീര് കാണുന്നൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാ പറഞ്ഞ അറിയുന്നില്ല എന്ന്? നമ്മൾ അറിയുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ആരെല്ലാം അറിയുന്നില്ല എന്ന് പറഞ്ഞാലും ആമേൻ, അനുഭവത്തോടെ പറയട്ടെ, നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട്. ഉള്ളതുപോലെ നമ്മളിൽ എന്തുണ്ട് എന്ന് അറിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഉണ്ടെന്നേ. ആ മഹാസിംഹാസനം വിട്ട് കണ്ണുനീരിൻ്റെ നടുവിൽ ഇറങ്ങി വന്നിട്ട് പറയുക, കരയേണ്ട മോളെ, ഞാനുണ്ട്. ആമേൻ. നിന്റെ കൂടെ എല്ലാവരും ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ? ആരുമില്ലപ്പാ. ആരുമില്ലെങ്കിൽ നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഇല്ലേ. സ്തോത്രം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിക്കണമെന്ന് തോന്നുന്ന ആമേൻ ചില അവസരങ്ങൾ, അല്ലേ? പിന്നെയും ജീവിക്കണം, മുമ്പിലോട്ട് പോകണമെന്ന് തോന്നുന്ന ചില ദൗത്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കൂ, അടുത്ത് നമ്മൾ വായിച്ചു വന്ന അല്ലെങ്കിൽ എഴുതി വന്ന ഭാഗം ഇതാണ്. പുരാതന ഇസ്രായേലിന്റെ ആരാധനയിൽ സങ്കീർത്തനത്തിന് ആമേൻ, പ്രൈസ് ദി ലോർഡ്, സുപ്രസാരമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. നമ്മൾ ആ വാക്യങ്ങൾ എഴുതി ആമേൻ. 1 ദിനവൃത്താന്ത പുസ്തകം 15:16 മുതൽ 22 വരെ നമ്മൾ എഴുതി നിർത്തി. സ്തോത്രം. എന്നാൽ ഈ രണ്ടാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗമുണ്ട് കേട്ടോ. 2-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നോട് ചോദിച്ചു കൊള്ളുക. അപ്പുറത്തെ വീട്ടിൽ ചോദിക്കാനല്ല പറഞ്ഞേ, എന്നോട് ചോദിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എന്നോട്. ആമേൻ. ഇന്ന് രാവിലത്തെ പ്രഭാത ആരാധന ആരെങ്കിലും കേട്ടായിരുന്നു? ഇന്നത്തെ രാവിലത്തെ മെസ്സേജ് ആരെങ്കിലും കേട്ടായിരുന്നോ? ഇന്ന് രാവിലത്തെ മെസ്സേജ് ആരെങ്കിലും ഇന്ന് രാവിലത്തെ ആരെങ്കിലും കേട്ടായിരുന്നോ? കേട്ടെങ്കിൽ ആ വാക്യം ഒന്ന് വായിക്കാമോ? ഇന്ന് രാവിലത്തെ മെസ്സേജിൻ്റെ വാക്യം, കുറിവാക്യം ഒന്ന് വായിക്കാമോ? ഇന്ന് രാവിലത്തെ മെസ്സേജിൻ്റെ കുറിവാക്യം മുകളിലോട്ട് നോക്കിയാൽ എഴുതിയിട്ടുണ്ടോന്ന്? ആരും കേട്ടില്ലല്ലേ? ആമേൻ. ലൂക്കായുടെ സുവിശേഷം 18:1 എന്താണ് പറഞ്ഞിരിക്കുന്നത്? മടുത്തു പോകാതെ പറഞ്ഞേ, എപ്പോഴും പ്രാർത്ഥിക്കണം. മടുത്തു പോകാതെ. മടുപ്പില്ലേ? ആർക്കാ മടുപ്പില്ലാത്ത? 2 വർഷം പ്രാർത്ഥിച്ചു. 2 വർഷമൊക്കെ പ്രാർത്ഥിക്കുന്നത് വെറുതെയാണ്. ഇപ്പം അങ്ങനെ ആരും പ്രാർത്ഥിക്കാറില്ല. പോകുന്ന ഉടൻ തന്നെ വിടുതൽ സംഭവിക്കണം. അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ ഇരിക്കാനും വയ്യ, പ്രാർത്ഥിക്കാനും വയ്യ, ഒന്നിനും വയ്യ, ദൈവത്തോട് ചോദിക്കാനും വയ്യ. ആമേൻ. നമ്മളങ്ങ് ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ നോക്കൂ, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും, നോക്കിക്കേ, ജാതികളെ അവകാശം, ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കിയും തരും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ദൈവം. ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? ആമേൻ. പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തോട് തന്നിട്ടുണ്ടോ? ദൈവം എന്തെങ്കിലുമൊക്കെ തരാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. ചോദിച്ചതെല്ലാം, എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അത് തന്നിട്ടുണ്ട് ദൈവം. അനുഭവത്തോടെ പറയുക, ചോദിക്കുന്നത് തരാൻ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. നമ്മൾ ദൈവത്തോട് ചോദിക്കണം. ഒരു ദിവസമല്ല. അബ്രഹാമിനോട് പറഞ്ഞ വാഴ്ത്തത്വം 75-ാം വയസ്സിലാണ് പറഞ്ഞത്. പക്ഷേ 25 വർഷം താൻ പ്രാർത്ഥിച്ചു. എത്ര വർഷം പ്രാർത്ഥിച്ചു? പറ. 25 വർഷം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് ഒരു വർഷം മാറുന്നുണ്ട്. എത്ര വർഷം ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചേ? പറയാമോ? പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒരു മനുഷ്യൻ എത്ര വർഷം പ്രാർത്ഥിച്ചു? ഒരു സൗഖ്യത്തിന് വേണ്ടി 38 വർഷം അല്ലേ? അപ്പോൾ 25-നെ താഴ്ത്തിയില്ലേ? പുതിയ നിയമത്തിൽ 38 വർഷം പ്രാർത്ഥിച്ചു. അപ്പം നമ്മൾ ആരാ? പുതിയ നിയമവിശ്വാസികളാ. സ്വതന്ത്രം പറ. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമ്മുടെ മേൽ പകർത്തിക്കുന്ന വാഴ്ത്തത്വം ഇന്നോ നാളെ തരാന്നല്ല, 38 വർഷം ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചെന്ന്.
ആമേൻ. 25 വർഷം പഴയ കാലത്തിൽ, പഴയ നിയമത്തിലാ. ആമേൻ. എന്നാൽ പുതിയ നിയമത്തിൽ 38 വർഷം ഇരിക്കുക. ഭാരപ്പെടണ്ട, മടുത്തു പോകണ്ട, പ്രാർത്ഥിച്ചോ. ആമേൻ. ദൈവം തരുമെന്നേ ഉറപ്പായിട്ടും. അപ്പോൾ 2-ാം സങ്കീർത്തനം അതാ അങ്ങനെ പഠിപ്പിക്കുന്നത്. 3-ാം സങ്കീർത്തനം വരുന്നത്. 3-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ആരാധന തലം മാറുകയാണ്, അതിൻ്റെ രീതികൾ മാറുകയാണ്. ആമേൻ. അവിടെ നമുക്കറിയാം, തലക്കെട്ട് പറയും, ദാവീദ് തൻ്റെ മകനായ അശ്വലോമിൻ്റെ മുൻപിൽ നിന്ന് ഓടിയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ഇതേതാണ്? ഓട്ടത്തിലൊരു പാട്ട്, കൊല്ലാൻ പിറകെ വരെ വാളും കൊണ്ട്. എന്നാൽ അതിൻ്റെ 3-ാമത്തെ വാക്യമാണ് ഇതിനകത്തുള്ള ദൂത് എന്ന് പറയുന്നത്. 3-ാമത്തെ വാക്യം. ഈ 3-ാമത്തെ വാക്യം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? 3-ാം വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം. അപ്പോൾ ഏതാ പറഞ്ഞേ? ചുറ്റും, ഒരു മനുഷ്യനെ ചുറ്റി വളയുന്ന ഒരു പരിച. സ്തോത്രം. അപ്പോൾ ഈ പരിചയുടെ അകത്തളങ്ങളിലേക്ക് ഈ മനുഷ്യനെ നിർത്തുന്നൊരു ദൈവമുണ്ട് കേട്ടോ. അനിൽ ബ്രദറിന് ഒരു നഖം വെട്ടി വാങ്ങിച്ചു കൊടുക്കണം, കയ്യിൽ 1-2 വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഇവിടുന്ന് പാർട്സ് അയക്കേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. അപ്പോൾ നമ്മുടെ തല ഉയർത്തൂലേ? കഴിഞ്ഞ 2 സങ്കീർത്തനം പഠിക്കുമ്പോൾ ചോദിച്ചു കൊള്ളുക. 1-ാം സങ്കീർത്തനം പറയുന്നത് എന്താണെന്നറിയാമോ? ആമേൻ, നീതിമാന്മാരുടെ വഴി, നീതിമാന്മാരുടെ വഴി. 2-ാം സങ്കീർത്തനം പറഞ്ഞ് ചോദിച്ചു കൊള്ളുക. 3-ാം സങ്കീർത്തനം എന്താ? ചുറ്റും പരിച. സ്തോത്രം. അപ്പോൾ ഓരോ സങ്കീർത്തനത്തിനകത്തും നമ്മൾ 41 സങ്കീർത്തനം വരെ നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിനകത്തുള്ള ആമേൻ വ്യാഖ്യാനങ്ങളും ദൈവം തൻ്റെ ജനത്തിനെ സൂക്ഷിക്കുന്നതുമായ വിധങ്ങളെ ഒന്ന് നോക്കിയാൽ ദൈവകുഞ്ഞെ അതിശയകരമായ. സ്തോത്രം. അടുത്ത് എഴുതിക്കോളൂ. സ്തോത്രം. അടുത്ത് എഴുതിക്കോളൂ. സങ്കീർത്തനങ്ങൾ ഇസ്രായേലിൻ്റെ ഗാനങ്ങളായിരുന്നു. സങ്കീർത്തനങ്ങൾ ഇസ്രായേലിൻ്റെ ഗാനങ്ങൾ ആയിരുന്നു. പ്രവാസം വ്യക്തവും ഈജിപ്തിലേക്കുള്ള ആധുനിക കവിതകളിൽ നിന്നും ഗാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പഴയ നിയമ കവിതകളും ഗാനങ്ങളും സമാനാന്തര ചിന്തകളുടെ ഗാനവീക്ഷണവുമാണ്. രണ്ടാമത്തെ വരികളോ തുടർന്നു വരുന്ന വരികളോ BC 15-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട മോശയുടെ 90-ാം സങ്കീർത്തനമാണ് ഒടുവിലത്തെ BC 5-ഉം 6-ഉം
5ഉം 6ഉം ബ്രാക്കറ്റിൽ 137 സങ്കീർത്തനം, ബ്രാക്കറ്റിൽ 137 സങ്കീർത്തനം, അതിൻ്റെ 1 മുതൽ തീർത്തുള്ള വാക്യങ്ങളും 1 മുതൽ തീർത്തുള്ള വാക്യങ്ങളും സങ്കീർത്തനങ്ങളിൽ ഭൂരിഭാഗം ഇസ്രായേൽ കവിതകളുടെ സുവർണകാലവും എന്നറിയപ്പെടുന്നു. BC 10-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ് പല സങ്കീർത്തനങ്ങളുടെയും ആരംഭത്തിൽ കൊടുത്തിട്ടുള്ള കുറിപ്പുകളും മേലെഴുത്തുകളും. ഈ കുറിപ്പുകൾ എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? സങ്കീർത്തനത്തിൻ്റെ മുകളിൽ, നിങ്ങളുടെയൊക്കെ സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും മുകളിൽ, അതായത് ഇപ്പോൾ 2-ാം സങ്കീർത്തനം, അതിൻ്റെ തലക്കെട്ട് എന്താ എഴുതിയിരിക്കുന്ന അറിയാമോ? എഴുതിയിട്ടുണ്ടോ? 2-ാം സങ്കീർത്തനം അതിൻ്റെ തലക്കെട്ട് ഉണ്ടോ? 3-ാം സങ്കീർത്തനം തലക്കെട്ടുണ്ടോ? 4-ാം സങ്കീർത്തനം തലക്കെട്ടുണ്ടോ? തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? ദാവീദ് തൻ്റെ മകനായ അബ്ശലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. 4-ാം സങ്കീർത്തനം തലക്കെട്ട് തന്ത്രിനാഥത്തോടെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ഇതാണ് കുറിപ്പ് അഥവാ തലക്കെട്ട് എന്ന് പറയുന്നത്. ഒരു സങ്കീർത്തന ഭാഗത്തിൻ്റെ തലക്കെട്ട്, ആമേൻ, എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യമാണ് തലക്കെട്ട്. ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. ആമേൻ. കുറിപ്പുകളും മേലെഴുത്തുകളും സങ്കീർത്തനങ്ങളുടെ ആരംഭത്തിങ്കൽ ഉണ്ടായിരിക്കുന്നത് പോലെ അല്ല അവസാനത്തിങ്കൽ. എന്നാൽ ആരംഭത്തിൽ സ്തുതികളും അതിൻ്റെ മധ്യഭാഗത്തിലേക്ക് വരുമ്പോൾ ജനത്തിന് കൊടുത്തിരിക്കുന്ന വിടുതലുകളും എന്നാൽ ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അവർ അനുഭവിച്ച വേദനകളും കഷ്ടതകളും സങ്കീർത്തനങ്ങളിൽ ശ്രദ്ധേയമാണ്. ഒന്ന് റൗണ്ട് ഇട്ടോളണേ. ഒന്നിട്ടിട്ട് ഗ്രന്ഥകർത്താവിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. സങ്കീർത്തനം 47 കോരോഗ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. 2 ഒന്ന് റൗണ്ട് ചെയ്തോളൂ. 2 സങ്കീർത്തനം ഏത് ഇതിനാൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 32 ദാവീദിൻ്റെ ഒരു ധ്യാനം. 3 സംഗീത രീതി. സങ്കീർത്തനം 4 സംഗീത പ്രമാണിക്ക്
തന്ത്രിനാദത്തോടെ. 4 വിഷയനിർണയം. വിഷയനിർണയം ചെയ്തിട്ടുള്ളവ. സങ്കീർത്തനം 45. പ്രേമഗീതം, വിവാഹഗീതം, സങ്കീർത്തനം 5, നമ്പർ 5. ചുരുക്കമായ ചരിത്രക്കുറിപ്പുകൾ. സങ്കീർത്തനം 3. ദാവീദ് തൻ്റെ മകനായ അബ്ശലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. അപ്പം നമ്മുടെ എല്ലാ സങ്കീർത്തനങ്ങളിൽ തലക്കെട്ട് നിങ്ങൾ വായിച്ചോളാം. നിങ്ങൾ ഏത് സങ്കീർത്തനം എടുത്താലും അതിൻ്റെ തലക്കെട്ട് നമ്മൾ വായിക്കണം. ആ തലക്കെട്ടിനകത്ത് ഇപ്പോൾ പ്രൊഫസറിൽ ആ സങ്കീർത്തനമുണ്ട്, സങ്കീർത്തന ഭാഗ പുസ്തകം പ്രൊഫസറിലുണ്ട്. അപ്പോൾ അതിന് തലക്കെട്ടിൽ നമുക്ക് എല്ലാ തലക്കെട്ടിനകത്ത് അതിൻ്റെതായ നിലയിലുള്ള കാര്യങ്ങളുണ്ടാകും. നമ്മുടെ സരിസൃഷ്ടിൻ്റെ സങ്കീർത്തനമുണ്ട്. എന്നാൽ നിങ്ങൾ അതിനെ മാറ്റിയിട്ട് ആ സങ്കീർത്തന ഭാഗത്തെ ഒന്ന് നോക്കിയിട്ട് അതിന് നേരെ നിങ്ങൾ മത്തായി സുവിശേഷത്തിലേക്ക് വന്നു. മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് മത്തായി 14-ാം അധ്യായത്തിൽ അതിന് തലക്കെട്ട് എന്താ എഴുതിയിരിക്കുന്നത് വായിക്കാമോ? മത്തായി 14-ാമത്തെ അധ്യായത്തിന് തലക്കെട്ടുള്ളവരൊന്ന് വായിക്കാമോ? നമ്മുടെ ആന്റിക്കില്ല ബൈബിള് വായിച്ചേ. യേശുവിനെ കുറിച്ച് ഹെരോദാവിന്റെ അഭിപ്രായം. യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദനം. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. കടലിൽ മേൽ നടന്നത്. ഒരു മിനിറ്റ്, അത് 1 മുതൽ എത്ര വരെ എന്നൂടെ? 14-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 2-ാമത്തെ വാക്യം വരെ യേശുവിനെ കുറിച്ച് ഹെരോദാവിന്റെ അഭിപ്രായം. 3-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദനം. 15-ാം വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. 22-ാമത്തെ വാക്യം മുതൽ 35-ാമത്തെ വാക്യം വരെ കടലിന്മേൽ നടന്നത്. കണ്ടോ, ഇതാണ് മേലെഴുത്തെന്ന് പറയുന്നത്. ഈ ബൈബിളുള്ള 2 പേരെ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഈ ബൈബിൾ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം? വാഞ്ചിരിക്കണം. നിങ്ങൾ പ്രസംഗിക്കേണ്ടവരാണ്, നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരാണ്. അപ്പോൾ ഒരു പുസ്തകം നമ്മുടെ കയ്യിലിരുന്നാൽ, യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിനകത്ത്, അത് സങ്കീർത്തനത്തിൽ മാത്രമാണ് തലക്കെട്ടിൽ അതില്ലാത്തത്. ബാക്കി എല്ലാ പുസ്തകത്തിനും നിങ്ങൾ നോക്കി, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം തുടങ്ങി മലാഖി വരെയുള്ള പുസ്തകത്തിലുണ്ട്. സങ്കീർത്തനങ്ങളിൽ മാത്രമാണ് കൊടുത്തിട്ടില്ലാത്തത്. എന്നാൽ പ്രവചന പുസ്തകങ്ങൾ മുതൽ അങ്ങോട്ടുള്ള പുസ്തകങ്ങൾ വരെ നോക്കി ബാക്കിയുള്ള പുസ്തകങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സങ്കീർത്തനങ്ങളിലും സദർശ്യ അധ്യായങ്ങളിലുണ്ട്. സദർശ്യ അധ്യായങ്ങൾ 10-ാം അധ്യായത്തെ നോക്കി, 10-ാം അധ്യായം, 10-ാം അധ്യായത്തിൻ്റെ നമുക്കതിനകത്തുണ്ടാവും. പിന്നെ അത് പോയിട്ട് 9-ാം അധ്യായത്തിലുണ്ട് തലക്കെട്ടുണ്ട്, 8-ാം അധ്യായത്തിൽ തലക്കെട്ടുണ്ട്, 6-ാം അധ്യായത്തിൽ തലക്കെട്ടുണ്ട്, 6-ാം അധ്യായത്തിൽ തലക്കെട്ടുണ്ട്. ഒന്ന് വായിച്ചേ 6-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചേ. അഭിഷേകത്തെ 1 മുതൽ 12 വരെ, 11 വരെ, 12 മുതൽ 10, 1 മുതൽ 6 വരെ, 6 മുതൽ 12 വരെ, 12 മുതൽ 20 വരെ ഒന്ന് വായിച്ചേ. 20 മുതൽ 25 വരെ ഒന്ന് വായിച്ചേ. 6-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ ഉത്തരവാദിയായി നിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 6-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ മടിയെ കുറിച്ച്, 12-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെ ദൂഷ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 20-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെ അനുസരണത്താലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച്,
25-ാമത്തെ വാക്യം മുതൽ 35-ാമത്തെ വാക്യം വരെ പരസ്ത്രീ സംഘം കൊണ്ടുള്ള ദൂഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കണ്ടോ? അപ്പൊ എത്ര മെസ്സേജായി? എത്ര മെസ്സേജ് നോക്കിക്കേ. 1 മുതൽ 6 വരെ ഒരു മെസ്സേജ് അല്ലേ? ഒറ്റ മെസ്സേജാ. എന്നാൽ 6 മുതൽ നോക്കിക്കേ മടിയെക്കുറിച്ച് ഭയങ്കര മെസ്സേജാ. എന്നാൽ 12-ാം വാക്യം മുതൽ 19 നോക്കിക്കേ അടുത്തൊരു മെസ്സേജാ ദുഷ്ടിയെക്കുറിച്ച്. എന്നാൽ 20-ാമത്തെ വാക്യം മുതൽ നോക്കിക്കേ അടുത്തുള്ള മെസ്സേജ്. എന്നാൽ അടുത്ത് 25 മുതൽ 35 വരെ അടുത്ത മെസ്സേജ്. അപ്പോൾ ഓരോ മെസ്സേജിനെ കുറിച്ചും ഇന്ന ഭാഗം മുതൽ ഇന്ന ഭാഗം വരെ, ആ ഭാഗം മുതൽ അടുത്ത ഭാഗം വരെ എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തലക്കെട്ട് പറയുമ്പോൾ നമ്മൾ മേളിലോട്ട് നോക്കാതെ ആ തലക്കെട്ടുള്ള ഒരു പുസ്തകം നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങിച്ചു വയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മെസ്സേജ് കയറുമ്പോൾ ഏത് പാതിരാത്രിയിലും ഒരു മെസ്സേജ് പറയാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നമുക്കെടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിച്ച് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ച് ഒരു മെസ്സേജ് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ആമേൻ. അപ്പോൾ എന്താ നമ്മൾ നോക്കുന്നത്? നമ്മൾ കടയിൽ പോയി നല്ല മുഴുത്ത ചൂര വാങ്ങും. ആമേൻ. നമ്മൾ നേരെ പന്നിക്കടയിൽ പോയി നല്ല മുഴുത്ത പന്നി ഇറച്ചി വാങ്ങും. പിന്നെ നമ്മൾ ചിക്കൻ കടയിൽ പോയി നല്ല മുഴുത്ത മുട്ടക്കോഴിയും വാങ്ങും. ആമേൻ. എല്ലാം നമ്മൾ വാങ്ങും. പക്ഷെ ഒരു ബൈബിള് മാത്രം വാങ്ങാൻ വിലപേശല. അത്രയും വേണോ, അത്രയും വേണോ, അത്രയും വേണോ, അത്രയും വേണോ, ബാക്കിയെല്ലാം വാങ്ങും. പഴയ ആൾക്കാർ പറയുന്നുണ്ട് ആന വാങ്ങും. പക്ഷേ പിന്നെന്താ വാങ്ങാത്തെ? ചെറിയൊരു തോട്ടി. ആമേൻ. തോട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക? വടിയല്ല, കമ്പല്ല, മരത്തടിയല്ല. ആ മരത്തടി എൻഡിലൊരു സാധനം ഇരിപ്പുണ്ട്. എന്തെന്നറിയാമോ? അതാണ് ഒരു കൊളുത്ത്, ചെറിയൊരു കൊളുത്ത്, ഇരുമ്പിലെ കൊളുത്ത്. അതാണ് തോട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനെ വാങ്ങാനാണ് പാട്. ബാക്കിയെല്ലാം വാങ്ങും. ആനയ്ക്ക് തൊഴുത്തുണ്ടാക്കും, അതിനെ കെട്ടാൻ വലിയ ചങ്ങല വാങ്ങും, അതിനെ മേയ്ക്കാൻ 2 മേൽപ്പാപ്പാനും കീഴ്പ്പാപ്പാനെയും വാങ്ങും. പിന്നെ ഉലട്ടി വെട്ടാൻ പ്രത്യേക ആൾക്കാർ, പാചകം ചെയ്യാൻ പ്രത്യേക ആൾക്കാർ, കരിപ്പട്ടി ഉണ്ടാക്കാൻ വേറെ ആൾക്കാർ. ഇതെല്ലാം നമ്മൾ ചെയ്യും. പക്ഷേ തോട്ടി മാത്രം വാങ്ങത്തില്ല. സ്തോത്രം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? പുസ്തകങ്ങൾ വാങ്ങി പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓരോ അധ്യായത്തിൻ്റെ തലക്കെട്ടുകളെ നമ്മൾ മറന്നു പോകരുത്. അത് നമുക്കൊരു മെസ്സേജാണ് എല്ലാത്തിൻ്റെയും. നോക്കിക്കേ, BC 5ഉം 6ഉം കാലഘട്ടങ്ങളിൽ, 5ഉം 6ഉം കാലഘട്ടങ്ങളിൽ ആമേൻ, മോശ എഴുതി പഠിപ്പിച്ച ഒരു സങ്കീർത്തന ഭാഗം 90-ാം സങ്കീർത്തനം. നോക്കിക്കേ, 90-ാം സങ്കീർത്തനം 15-ാം നൂറ്റാണ്ടിൽ എഴുതിയതാ 90-ാം സങ്കീർത്തനം. അവിടെ എന്താ എഴുതിക്കുന്നത്? കർത്താവേ, നീ തലമുറ തലമുറയായി അല്ലേ? അങ്ങനെ തുടക്കം. തലമുറ തലമുറയായല്ലേ തുടക്കം? അങ്ങനെയാണോ? നോക്കാം. സ്തോത്രം. നോക്കിക്കേ, സങ്കീർത്തന ഭാഗം 90. അവിടെ അത് തന്നെ. അവിടെ മോശയുടെ പ്രാർത്ഥനയാണ്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. തുടക്കമാണ്. അപ്പൊ എത്ര തലമുറ? തലമുറ ഒത്തിരി ഉണ്ടായിരുന്നു, കഴിഞ്ഞു പോയി. എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു പോയി. പക്ഷെ ഇപ്പോ നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു, ഞങ്ങളുടെ കോട്ടയായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകും മുമ്പേ, ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടും മുമ്പേ നീ ഞങ്ങൾക്ക് ദൈവമായിരുന്നു. സ്തോത്രം. അത് പറയാൻ മോശ ഒരിക്കലും മടിച്ചു നിന്നില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആമേൻ അടുത്തൊരു വാക്യം വായിക്കാം. നമുക്ക് അടുത്തൊരു വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സ്തോത്രം. 39-ാം സങ്കീർത്തനം അതിൻ്റെ 1ഉം 2ഉം വാക്യം. 39-ാം സങ്കീർത്തനം അതിൻ്റെ 1ഉം 2ഉം വാക്യം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടം പൊങ്ങി വന്നു. ഈ 41 സങ്കീർത്തനം വരെ നമ്മൾ കാണുന്നത് തുടക്കം തന്നെ അങ്ങനെ തന്നെയാണ്. എന്താണ് ഇവിടെ? നാവ് കൊണ്ട് ആമേൻ എന്ത് ചെയ്യാതിരിക്കാൻ? പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും. ഇവിടെ നമ്മൾ 1-ാം സങ്കീർത്തനം വായിച്ചില്ലേ? എന്താണ് അവിടെ വായിച്ചത്? 1-ാം സങ്കീർത്തനം നമ്മൾ ചിന്തിച്ചത് എന്താണെന്ന് അറിയാമോ? ദുഷ്ടന്മാരുടെ വഴിയിൽ തുടക്കം തന്നെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും
പാപികളുടെ വഴി. അപ്പോൾ 1-ാമത്തെ സങ്കീർത്തനം മുതൽ 41-ാമത്തെ സങ്കീർത്തനം വരെ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കൂ, ഒരു ആമേൻ കർത്താവിൻ്റെ പൈതലിനെ നടക്കേണ്ട വഴി. 2-ാം സങ്കീർത്തനം പറയുന്നു, ഞാൻ നിനക്ക് ഉപദേശിച്ച് നടക്കേണ്ട വഴി എന്ത് ചെയ്യാം, പറഞ്ഞുതരാം, കാണിച്ചു തരാം, ഞാൻ നിനക്ക് ഉപദേശം തരാം. ഇന്ന് ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആമേൻ. ഉപദേശം കൊടുത്തു, നിങ്ങൾ ആരെങ്കിലും ഉപദേശം കൊടുത്തു രക്ഷിക്കപ്പെട്ടവർക്ക്, അവർ പിന്നെ മിണ്ടത്തില്ല, ഫോണും എടുക്കത്തില്ല, പിന്നെ നിങ്ങൾ ഭയങ്കര ശത്രുവായിരിക്കും. കാരണം രക്ഷിക്കപ്പെട്ട വ്യക്തിയോട് അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ കഴിയാത്ത തലത്തിലേക്ക് വന്നിരിക്കുന്നു. സ്തോത്രം. ഉപദേശം അത് നമ്മൾ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കേണ്ടത്. ഇവിടെ എന്താ വായിച്ചത്? ആമേൻ, പ്രൈസ് ദി ലോർഡ്. നാവ് കൊണ്ട് ആമേൻ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. സ്തോത്രം. ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തിൽ വച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ ഹൃദയത്തിൽ വച്ച് പ്രാർത്ഥിക്കണം. എല്ലാം തുറന്നു പറയരുത്, പ്രശ്നമാണ്. എല്ലാം ഒരാളുടെ മുമ്പിൽ മനസ്സ് തുറക്കരുത്. പറയാറില്ലേ, പത്രം ആകാശവാണി തിരുവനന്തപുരം എന്ന് പറഞ്ഞതുപോലെ 1000 പത്രത്തിൻ്റെ പരസ്യം ചെയ്യും അവർ. അപ്പം അതുകൊണ്ട് ഒരാൾ മാത്രമേ ഉള്ളൂ തുറന്നു പറയാൻ. നീ എന്ത് ചെയ്യണം? അറയിൽ കയറി വാതിൽ അടച്ച് ലോക്ക് ചെയ്ത് നിന്റെ പിതാവിനോട് നീ എന്ത് ചെയ്യണം? നിന്റെ കാര്യാദികൾ ബോധിപ്പിക്കണമെന്ന്. ആ ബോധിപ്പിക്കുന്ന അവസ്ഥയിൽ ആ സമയത്ത് നിന്റെ ആവശ്യങ്ങൾക്ക് അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ആ മുറിക്കകത്ത് ഇറങ്ങി വരും. സ്തോത്രം. ആമേൻ. എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ പറ്റില്ല കേട്ടോ, പറയാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ അകത്തള നടക്കുന്ന കാര്യങ്ങൾ, ഒരു വാഹനം വാങ്ങുന്നു, ശരി, വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അറിയാവൂ. 2, ഒരു വീട് വയ്ക്കുന്നു, വച്ച് കഴിഞ്ഞ് പാലുകാച്ച് കഴിഞ്ഞിട്ട് പാലുകാച്ച് സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥനാ സമയത്ത് അതിൻ്റെ ആമേൻ സ്തോത്രം അതിൻ്റേതായ നിലയിലുള്ള ക്രമീകരണങ്ങൾ വരുന്ന സമയത്ത് മാത്രമേ പുറത്തൊരാൾ അറിയാകൂ. പ്രൈസ് ദി ലോർഡ്. ഒരു വിവാഹത്തിൻ്റെ കാര്യം അത് എല്ലാവരോടും പറഞ്ഞു നടക്കണ്ട, എല്ലാം കഴിഞ്ഞ് കാർഡ് കൈ കിട്ടുമ്പോഴേ അറിയാവൂ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, നടക്കത്തില്ലെന്നേ. അത് ദുഷ്ടൻ അതിനെ കയറി പിടിക്കും. എന്നാൽ കാണണമല്ലോ കാര്യങ്ങൾ. ആമേൻ. ഒരു യാത്ര പോകുമ്പോൾ യേശുവിനെ നമ്മുടെ കർത്താവായ യഹോവയായ ദൈവം തന്നെ പറഞ്ഞില്ലേ ശൗമേനോട് പറയാം, നീ പോകുന്ന വഴിക്ക് ശൗലിനെ കാണും, നീ എന്ത് ചെയ്യണം? നീ എവിടെ പോകണമെന്ന് പറയണം. ദാവീദിനെ അഭിഷേകം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് തലയെ വെട്ടിയെടുത്ത് ഉപ്പിലിടും. കർത്താവ് എന്താ പറഞ്ഞേ? നീ അത് പറയരുത്, പിന്നെ നീ യഹോവയ്ക്ക് വേണ്ടി ഒരു യാഗം കഴിക്കാൻ പോകുന്നു എന്ന് പറയണം. സ്തോത്രം. ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോഴത്തേക്ക് ഒരാൾ ചോദിക്കുക, എവിടെ പോകുന്നു? ഞാൻ സേലത്ത് പോവുക. അപ്പോൾ അവർ ചിന്തിക്കും 2 ദിവസം കഴിഞ്ഞാൽ എന്തായാലും തിരിച്ചെത്തും. വീട് മൊത്തം കവർന്നുകൊണ്ട് പോവില്ലേ? അവിടെയൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം എവിടെ പോകുന്നു? പാമ്പാടി വരെ. അപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ 1/2 മണിക്കൂർ തിരിച്ചു വരും. ഒന്നും ചെയ്യാൻ പറ്റില്ല. എവിടെ പോകുന്നു? ഇന്ന സ്ഥലം വരെ. പറയേണ്ട കാര്യം ദൈവത്തോട് പറയണം, കർത്താവ് ഇന്ന സ്ഥലത്ത് ഞാൻ പോകുന്നു, ഇന്ന കാര്യത്തിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വരുന്നത് വരെ നീ എന്നെ സൂക്ഷിക്കണം എന്ന് പറയാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, ഇല്ലെങ്കിൽ ദുഷ്ടൻ വഴി നിൽക്കും. അതുവരെ അതുവരെ ചിരിക്കാതെ ചിരി അപ്പം ചിരിക്കും. അതുവരെ കണ്ട് ചോദിക്കും എവിടെ ചോദിക്കാത്തവർ നമ്മളെ കാണുമ്പോൾ അകത്തേറി പോകുന്നവർ അപ്പോൾ ചോദിക്കും എവിടെ പോകുന്നു? സുഖമായിരിക്കുന്നോ? കാരണം നമുക്ക് പ്രധാനപ്പെട്ട യാത്രയാണ്. നമ്മളത് തുറന്നങ്ങ് പറയുകയും ചെയ്യും. സ്തോത്രം. അതുവരെ നമ്മളെ കാണുമ്പോൾ അത് അടയ്ക്കുന്നവർ അപ്പോൾ ഇറങ്ങി വരും. ദുഷ്ടൻ്റെ പദ്ധതി കേട്ടോ. അപ്പോൾ ഇറങ്ങി വന്ന് ചോദിക്കും എവിടെ പോകുന്നു, എവിടെ പോകുന്നു, എവിടെ പോകുന്നു. നമ്മളങ്ങ് പറയും. ആ യാത്ര ശൂന്യമായി പോകും. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ടയർ പഞ്ചറായി എവിടെയെങ്കിലുമൊക്കെ നിന്ന് അകപ്പെട്ട് സ്തോത്രം ഭയങ്കര വിപത്തിലേക്ക് വരും. അപ്പോൾ ഇത് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാവൂ. ഇവിടെ എന്താ അടുത്ത് പറയുന്നത്? 2-ാമത്തെ വാക്യം, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു. ആമേൻ. സ്തോത്രം. നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം എന്ത് ചെയ്തു? പൊങ്ങി വന്നു.
സങ്കടം പൊങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ, ഈ രാത്രിയിൽ, ഈ സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. 1-ാമത്തെ അധ്യായം മുതൽ 41-ാമത്തെ അധ്യായം വരെ കവർ ചെയ്യാൻ പോയത് നമ്മൾ, സ്തോത്രം. എന്നാൽ 40-ാമത്തെ അധ്യായം ഒന്ന് വായിക്കാമോ? 40-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യവും 3-ാമത്തെയും 4-ാമത്തെയും വാക്യം ഒന്ന് വായിക്കാമോ? 2-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ സേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. നോക്കിക്കേ, ഇപ്പൊ എവിടെയാ കിടക്കുന്നത് ദാവീദ്? എവിടെയാ കിടക്കുന്നത്? കുഴിക്കകത്ത്. എവിടെ? ചെളിക്കകത്ത്. ഒരു കാലെടുക്കുമ്പോൾ മറുകാല് താന്നു പോകും, ആ കാലെടുക്കുമ്പോൾ ഈ കാല് താഴും. എന്താ കാര്യം എന്നറിയാമോ? അത് കൃത്യമായി 39-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് അവനത് സംഭവിച്ചതെന്നുള്ള കാര്യം കൃത്യമായും ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. 10-ാമത്തെ വാക്യം പറയുന്നു. 10, 11, 12, 13 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം. ഒന്ന് വായിച്ചേ അതിൻ്റെ 13-ാമത്തെ വാക്യം, 39-13. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. ഹല്ലേലൂയ. ഉന്മേഷം ഇല്ലാതിരിക്കുക. ഇപ്പൊ ഉന്മേഷം ഇല്ലാതിരിക്കുക, ഒരു സുഖവും ഇല്ല. കാരണം എല്ലാം ഉള്ളതെല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം തുറന്നു വെച്ചിട്ട് ഇപ്പോൾ ഈ അവിച്ചൂറ്റിയ കപ്പ പോലെ, പുഴിയ കപ്പ പോലെ ഇരിക്കുക. ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം തീർന്നു. പറയേണ്ടതെല്ലാം പോയി, തേജസ്സും ഓജസ്സും എല്ലാം പോയി. ഇപ്പോൾ ആകപ്പാടെ വല്ലാത്ത അന്തരീക്ഷത്തിൽ ദാവീദിരിക്കുക. അപ്പോഴാണ് 40-ാമത് സങ്കീർത്തനത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ആമേൻ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുക. എന്തെങ്കിലും ഒരു മറുപടി കിട്ടാൻ എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുക. കാരണം ഞാൻ പറയാത്തവരോട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു? വിളമ്പിക്കൊടുത്തു. പറയാൻ പറ്റാത്തവരോട് നീ അവ പറയാത്ത കാര്യങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞ കാര്യം എന്ത് ചെയ്തു? ഒരു നിമിഷം കൂടെ വായിൽ നിന്ന് പുറത്തു പോന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എവിടെയാ? നാശകരമായ കുഴിയിൽ കിടക്കുക. ഒരു കുഴിക്കകത്ത് അയ്യം വിളിക്കുക. ആമേൻ. എന്നാൽ 41-ലേക്ക് വരുമ്പോൾ സ്തുതിക്ക് വ്യത്യാസം വന്നോന്ന് കേട്ടാൽ ഒരു വ്യത്യാസവും വന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ വായിക്കുന്നത് ഇങ്ങനെ: എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. ആ ഭാഗം ശ്രദ്ധിക്കണമേ. എൻ്റെ കാലുകളെ ഒരു പാറമേൽ, പല പാറമേലല്ല, പറ, ഒറ്റപ്പാറ. ഒരു വീട്ടിനകത്ത് എത്ര പാസ്റ്റർമാർ വേണം? ഹലോ, ഒരു വീട്ടിനകത്ത് എത്ര പാസ്റ്റർമാർ? ഒരു സഭയിലെ പാസ്റ്റർ മതി, പോരെ? ഇന്നിപ്പോൾ അങ്ങനെയാണോ? ഭർത്താവ് ഏജിയിലേക്ക്, ഭാര്യ ചർച്ചക്കോടിൽ. ഭാര്യ ചർച്ചക്കോടില്ലെങ്കിൽ മൂത്ത മകൾ മാർത്തോമയ്ക്കകത്ത്, ഇളയ മോനും കുഞ്ഞും 7th ഡേയിൽ. ഇവിടെ നോക്കൂ, ഒരു പാറമേൽ, ഒറ്റ പാറമേൽ അവനെ നിർത്തിയിരിക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ? അടുത്ത് പറയുന്നതെന്നറിയാമോ? ആമേൻ. ഒരു പാറമേൽ നിർത്തിയ ശേഷം അടുത്ത് പറഞ്ഞെന്നറിയാമോ? എൻ്റെ ഗമനത്തെ എന്ത് ചെയ്തു? സ്ഥിരമാക്കി. സ്ഥിരമായ ഒരു ഗമനം. ആമേൻ. നമ്മൾ പോകുന്ന വഴി സ്ഥിരം, തിരിച്ചൊരു യാത്ര, ആഗമനം. ഗമനത്തെയും പറ, ആഗമനത്തെയും. ഇപ്പോൾ എവിടെയോ പോകുന്നു, പായ്ക്കപ്പൽ പോകും പോലെ. എവിടെ പോകുന്ന കേട്ടോ ഒന്നും അറിയില്ല, അങ്ങ് പൊയ്ക്കോണ്ടിരിക്കുക. ഒരു അർത്ഥമില്ലാതെ ഇങ്ങനെ ഈ ഗമനം പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു പരിപാടിയിൽ ഒന്നും അറിയാതെ ദാവീദ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. വെറുതെ ഓട്ടമാണ്. അതിനകത്തുനിന്ന് ദാവീദിനെ ഗമനത്തെ എന്ത് ചെയ്തു? സ്ഥിരമാക്കി. സ്ഥിരമാക്കണമെങ്കിൽ എന്ത് വേണം? ദൈവമായിട്ടുള്ളൊരു ബന്ധം വേണം. സ്തോത്രം. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, നമ്മൾ പരക്കം. പക്ഷെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രാപിക്കാൻ പറ്റുന്നില്ല. ആമേൻ. എന്തൊക്കെയോ ടെൻഷനുകൾ, എന്തൊക്കെയോ വേദനകൾ. പക്ഷേ ഇതിനകത്ത് ദാവീദിനെ നിർത്തിയത് ദൈവമാണ്. അടുത്ത് നോക്കിയേ, അടുത്ത പറയുന്ന 3-ാം വാക്യം: അവൻ എൻ്റെ വായിൽ, പറ, പുതിയ ഒരു
പാട്ട് തന്നു, പുതിയൊരു പാട്ട്.